എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 144 144 ഇലിസ്ട്രേഷൻ 6.3 ബി, അതായത് ചിത്രീകരണം 6.3 ബിയിലുള്ള കാര്യത്താലാണ്. ബിയിലുള്ളതിൽ നമ്മൾ മൊളസ്ക എന്ന് പറയുന്ന ആ ജീവജാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഫൈലത്തിൽ വരുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മൊളസ്ക? എന്താകുന്നു മൊളസ്ക എന്ന് വെച്ചാൽ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മൊളസ്കാസ് ഹാവ് എ മാൻഡിൽ ഓർ മാസ് ഓഫ് സോഫ്റ്റ് ഫ്ലഷ് ഓർ ബോഡി. മൊളസ്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് വളരെ മൃദുവായിട്ടുള്ള ഒരു ശരീരം ഉണ്ട് എന്നുള്ളതാണ് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, രണ്ടാമതായിട്ട് മൊളസ്കയുടെ പ്രത്യേകത എന്താണ്? ഇൻ മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. അവയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട്. അവയുടെ എല്ലാ ഓർഗാനിസത്തിലും അവ എന്ത് ചെയ്യുന്നു? അവയുടെ ശരീരം ഒരു സെല്ല് കൊണ്ട് കവർ ചെയ്യപ്പെടുകയും ഉണ്ട്. അവയുടെ ശരീരത്തിനെ ഒരു സെല്ല് കൊണ്ട്, ഒരു കാൽസ്യം കാർബണേറ്റ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു സെല്ല് കൊണ്ട് അവ കവർ ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾസ് ഫോർ മൊളസ്ക ആർ സ്നെയിൽ, ഒക്ടോപ്പസ് ആൻഡ് ക്ലാം. അതായത് നമുക്കറിയാം ഈ മൊളസ്കയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഏതൊക്കെയാണ്? ഒച്ച്, നീരാളി, കക്ക തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം മൊളസ്കയ്ക്ക് അത് നല്ല ഉദാഹരണമാണ്. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവയുടെ സോഫ്റ്റ് ബോഡി ആയിരിക്കും. അവയുടെ ശരീരത്തെ പൊതിഞ്ഞ് ഒരു കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു കവചവും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ജീവജാലമാണ്. അവയുടെ പേരാണ് എക്കിനോഡർമേറ്റ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് എക്കിനോഡർമേറ്റ? എന്താകുന്നു എക്കിനോഡർമേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്കിനോഡർമേറ്റ ജീവിയെക്കുറിച്ച് നമുക്കൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് കിട്ടണം. ഓക്കെ, എക്കിനോഡർമേറ്റ ഈസ് എനി ഓഫ് ദ വെറൈറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് മരിയൻ അനിമൽസ് ബിലോങ്സ് ടു ദ ഫൈലം എക്കിനോഡർമേറ്റ. അതായത് നമ്മൾ മനസ്സിലാക്കുക, എക്കിനോഡർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിൽ മുള്ളുകളോട് കൂടിയ, അതായത് മുള്ളുകളോട് കൂടിയ സമുദ്രജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കിനോഡർമേറ്റ എന്ന് പറയുന്നത്. ഈസ് എനി ഓഫ് ദ വെറൈറ്റി ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് മരിയൻ അനിമൽ. അതൊരു മരിയൻ അനിമലാണ്. ഓക്കെ, ബിലോങ്സ് ടു ദ ഫൈലം എക്കിഡോർമേറ്റ. അവ ഈ ഏത് കാറ്റഗറിയിലാണ്? ഫൈലം എക്കിനോർമേറ്റയുടെ ക്യാറ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ എ ഹാർഡ് സ്പിന്നി കവറിങ് ഓഫ് സ്കിൻ. അവയുടെ ഒരു പ്രത്യേകത എന്താണ്? അവയുടെ ശരീരം മുഴുവൻ എന്താണ്? ചെറിയ അല്ലെങ്കിൽ അല്പം കട്ടി കൂടിയ മുള്ളുകൾ പോലെ ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമ്പിൾസ് ഫോർ എക്കിനോർമേറ്റ ആർ. ഏതെല്ലാമാണ് ഈ എക്കിനോർമേറ്റയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത്? നമുക്ക് പറയാം, സീ ഓറിച്ചിൻ അല്ലെങ്കിൽ കടൽ ചേനയും സ്റ്റാർ ഫിഷും ഒക്കെ അതിന് ഉദാഹരണങ്ങളായിട്ടുള്ള ജീവജാലങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 40ാമതായിട്ട് തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ 40ായിട്ട് തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഒരു വെർട്ടിബ്രേറ്റ് എന്നുള്ള ഒരു വാക്ക്, ഇൻവെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പഠിച്ചിരുന്നു എക്കിനോർമേറ്റ പഠിച്ചപ്പോൾ. അപ്പം എന്താണ് ഈ ഇൻവെർട്ടിബ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെർട്ടിബ്രേറ്റ്സ് ആർ അനിമൽസ് ലാക്കിംഗ് ബാക്ക് ബോൺ സച്ച് ആസ് ആൻ ആന്ത്രോപോഡ്, മൊളുസ്കസ്, അനേലറ്റ് തുടങ്ങിയ ജീവജാലങ്ങൾ. അതായത് ഈ ബാക്ക് ബോൺ അല്ലെങ്കിൽ പുറകു വശത്ത് എല്ലില്ലാത്തത് അല്ലെങ്കിൽ ഈ തണ്ടലില്ലാത്തത് ഒക്കെ ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, നട്ടലില്ലാത്ത ജീവജാലങ്ങളെ പറയുന്ന പേരാണ് ഇൻവെർട്ടിബ്രേറ്റ്. അപ്പോൾ എക്കിനോഡർമേറ്റ എന്ന് പറയുന്ന ജീവജാലങ്ങൾക്ക് നട്ടലില്ല, പക്ഷേ അവയുടെ ശരീരത്തിൽ സൂക്ഷ്മമായ സുഷിരങ്ങളാൽ, അവയുടെ സുഷിരങ്ങളല്ല മുള്ളുകളാൽ അവയുടെ ശരീരം ആവരണം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇലിസ്ട്രേഷൻ 6.3 സി, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്. ഇനി എന്താണ് പറയുന്നത്? ഈ 6.3 എന്ന് പറഞ്ഞിരിക്കുന്നതിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ളതിൽ തന്നിരിക്കുന്നതിൻ്റെ അനിമൽ ഏതാണ്? കോർഡേറ്റ എന്നുള്ള ഒരു കാറ്റഗറിയെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കിയാൽ, വാട്ട് ഈസ് കോർഡേറ്റ? കോർഡേറ്റാസ് ആർ ഓർഗാനിസംസ് വിത്ത് റോഡ് ഷേപ്പ്ഡ് നോട്രോകോഡ് ഓർ വെർട്ടിബൽ കോളം. അതായത് ഈ കോർഡേറ്റ എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്? റോഡ് ഷേപ്പ്ഡ് നോട്രോകോഡ് ഓർ വെർട്ടിബൽ കോളം ഉള്ളവയാണ്. അതായത് ഈ നീണ്ടതായിരിക്കുന്ന വെർട്ടിബൽ കോളം അല്ലെങ്കിൽ എന്താ പറയുന്ന ദണ്ഡ ആകൃതിയിലുള്ള വെർട്ടിബിൾ കോളം അല്ലെങ്കിൽ ഒരു വടി പോലെ നീണ്ടതായിരിക്കുന്ന നോട്രോകോഡുള്ള അല്ലെങ്കിൽ നട്ടലുള്ള ജീവജാലങ്ങളെയാണ് എന്ന് പറയുന്നത് കോറോഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോറോഡേറ്റ എന്നാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത് ഏതെല്ലാമാണ്? മനുഷ്യൻ, മത്സ്യങ്ങൾ, ഫ്രോഗ്, ലിസാർഡ്, ഇതൊക്കെ അതിന് ഉദാഹരണമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഫൈലം എന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് വാട്ട് ഈസ് ഫൈലം. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. എ ഫൈലം ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് എയ്തർ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിത്ത് സർട്ടൻ ഡിഗ്രി ഓഫ് മോർഫോളജിക്കൽ ഓർ ഡെവലപ്മെൻറ്റൽ സിമിലാരിറ്റി ഓർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് ആൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊരു വലിയ സെൻറ്റൻസ് ആണ്. ഇനി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. എ ഫൈലം ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് എയ്തർ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അതായത് ഒരു ഫൈലം എന്ന് പറയുന്നത് ഒരു കൂട്ടം ഓർഗാനിസം അല്ലെങ്കിൽ ജീവജാലങ്ങളാണ്. അവയുണ്ട് വിത്ത് സർട്ടൻ ഡിഗ്രി ഓഫ് മോർഫോളജിക്കൽ ഡെവലപ്മെൻറ്റൽ സിമിലാരിറ്റി. അവയുടെ വേറൊരു കാര്യം എന്താണ്, അവയ്ക്ക് ഒരു ഏകദേശം ഒരേ രൂപത്തിലുള്ള ശരീരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളർച്ച ഉണ്ടായിരിക്കും. ഓർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് ആൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവയ്ക്ക് ഒരു എവല്യൂഷണറി അവയുടെ പരിണാമത്തിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്, ഫൈലം. ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ കൂട്ടങ്ങളെയാണ് ഒരു ഫൈലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 144 പേജ് കഴിഞ്ഞ് 145 പേജിൽ നോട്രോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലയോ, നോട്രോകോഡ് ആൻഡ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നോക്കുന്നത് വാട്ട് ഈസ് നോട്രോകോഡ്, എന്താകുന്നു നോട്രോകോഡ്. ദ നോട്രോകോഡ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ. അതായത് ഒരു ദണ്ഡ് രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് എന്ന് പറയുന്നത്, നോട്രോകോഡ് എന്ന് പറയുന്നത്. ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് വെർട്ടിബ്രൽ കോളം. അതായത് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അവ എന്താ ചെയ്യുന്നത്, നട്ടലിൻ്റെ സ്ഥാനത്ത് അപ്പിയർ ആവുന്നു, പ്രത്യക്ഷപ്പെടുന്നു. എപ്പോഴാണ്, വളർച്ചയുടെ ആദ്യകാലത്തിൽ, ഏർലി സ്റ്റേജ് ഓഫ് ഗ്രോത്ത്, അതായത് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ അവ പ്രത്യക്ഷപ്പെടുന്നു. ഓർ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ആൻ അനിമൽ, അല്ലെങ്കിൽ ആ ജീവജാലത്തിൻ്റെ ജീവിതകാലം മുഴുവൻ, ത്രൂ ഔട്ട് ദ ലൈഫ്, ജീവിതകാലം മുഴുവൻ, ഇൻ ദ ഫൈലം കോർഡേറ്റ, ആ ഫൈലം കോർഡേറ്റയിൽ അവ നിൽക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ 44 ചോദ്യം, വാട്ട് ഈസ് വെർട്ടിബ്രൽ കോളം. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളം എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ദ വെർട്ടിബ്രൽ കോളംസ് ആർ ബോൺസ്, മസിൽസ്, ടെൻഡസ് ആൻഡ് അതർ ടിഷ്യൂസ് ദാറ്റ് റീച്ച് ഫ്രം ദ ബേസ് ഓഫ് ദ സ്കൾ ടു ടെയിൽ ബോൺ. അതായത് നമ്മളുടെ തലയുടെ ഓട്ടിയുടെ അവിടെ മുതൽ നമ്മളുടെ ടെയിൽ ബോൺ വരെ പോകുന്ന എല്ലുകളും മസിലുകളും ടെൻഡൻസും അതുപോലെയുള്ള ടിഷ്യൂകളും എല്ലാം കൂടിയ ഇതിനെയാണ്, അല്ലെങ്കിൽ നട്ടലും അതിനോട് കൂടിയിട്ടുള്ള ടിഷ്യൂകളും കോശങ്ങളും എല്ലാത്തിനും കൂടിയാണ് എന്ത് പറയുന്നത്, വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ദ വെർട്ടിബ്രൽ കോളം എൻക്ലോസസ് ദ സ്പൈനൽ കോഡ്. ഈ വെർട്ടിബ്രൽ കോളം എന്താണ് ചെയ്യുന്നത്, ഈ സ്പൈനൽ കോഡിനെ ആവരണം ചെയ്തിരിക്കുന്നു. ആൻഡ് ദ ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ സ്പൈനൽ കോഡ്. അതുപോലെ തന്നെ ഈ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെ അകത്തുള്ള, അതിനെയും അത് കവർ ചെയ്തിരിക്കുന്നു. ഓൾസോ കോൾഡ് ബാക്ക് ബോൺ. ഇതിന് മറ്റു പറയുന്ന പേരാണ് ബാക്ക് ബോൺ എന്ന് പറയാം, സ്പൈനൽ കോളം എന്ന് പറയാം, സ്പൈൻ എന്നും പറയാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 45 ചോദ്യം, വാട്ട് ഈസ് ഫൈലം കോർഡേറ്റ്. എന്താകുന്നു ഫൈലം കോർഡേറ്റ്? ഫൈലം കോർഡേറ്റ് ബിലോങ്സ് ടു ദ കിങ്ഡം ഓഫ് അനിമൽസ്. അതായത് ഫൈലം കോർഡേറ്റ് ജന്തുക്കളുടെ കിങ്ഡത്തിൽ ഉള്ളവയാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ വെർട്ടിബ്രേറ്റ്. നട്ടലുള്ള എല്ലാ ജീവജാലങ്ങളും ഫൈലം കോർഡേറ്റിൽ ഉൾപ്പെടുകയാണ്, അല്ലെങ്കിൽ അവയ്ക്ക് ബാക്ക് ബോൺ ഉള്ള നട്ടലുള്ള എല്ലാ ജീവജാലങ്ങളും ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇനി 46 ചോദ്യം, ഹൗ ഫൈലം കോർഡേറ്റ ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം. എങ്ങനെയാണ് ഫൈലം കോർഡേറ്റ അവയുടെ പേര് ലഭിച്ചിരിക്കുന്നത്? ഫൈലം കോർഡേറ്റ ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നോട്രോകോഡ്. ഫൈലം കോർഡേറ്റയ്ക്ക് അവയുടെ ആ പേര് കിട്ടിയിരിക്കുന്നത് അവയ്ക്ക് നോട്രോകോഡ് അല്ലെങ്കിൽ നട്ടൽ ഉള്ളത് കൊണ്ടാണ് ആ പേര് അവയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി 47